അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعبد ربك حتى يأتيك اليقين സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ ദൃശ്യങ്ങൾ മീഡിയയിലൂടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്. 171 രാജ്യങ്ങളിൽ നിന്നായി കണക്ക് പ്രകാരം 16,73,230 ഹാജിമാർ പുണ്യഭൂമിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഗവൺമെന്റ് നൽകുന്ന കണക്ക്. ഇന്നലെ ഹാജിമാരെല്ലാവരും അറഫയിൽ സംഗമിച്ചു. മുസ്ദലിഫയിൽ അവർ രാപ്പാർത്തു. അവർ പുലർച്ചെ മീനയിൽ എത്തിയിട്ടുണ്ടാകും. ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞ് ബലിയറുക്കലും മുടിയെടുക്കലുമായി ഹജ്ജിന്റെ തവാഫ് ചെയ്യുന്ന തിരക്കുകളിലൂടെ കടന്നു പോകും. ഇനി അയ്യാമത്തെ ശരീക്കിന്റെ ദിനങ്ങളിൽ കല്ലേറുകളൊക്കെ പൂർത്തിയാക്കി വിദാഇന്റെ തവാഫും അതും കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനുള്ള മടക്കത്തിനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഹാജിമാരിൽ നിന്ന് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം ലഭിക്കുമാർ അവരുടെ ഹജ്ജുകൾ സ്വീകരിക്കുമാറാകട്ടെ. യാതൊരു പ്രയാസങ്ങളുമില്ലാതെ കൂട്ടുകുടുംബങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും ധാരാളം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാണ് നമുക്ക് ഇന്ന് അറഫ നോമ്പെടുക്കാൻ കഴിഞ്ഞു എന്നത്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു നൽകി ഒരു വിശ്വാസിക്ക് ഈ ദുൽഹജ്ജിലെ സുദിനങ്ങളിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അത്.
നമ്മൾ നിർവഹിക്കുന്ന ഈ അറഫ നോമ്പ് റഹ്മാനായ റബ്ബ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സന്ദർഭത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ ഹജ്ജ് നിർവഹിച്ചവർ ഉണ്ട്. അവർ ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരു സമയമാണ് ഇത്. കാരണം അള്ളാഹു തൗഫീഖ് ചെയ്തതുകൊണ്ട് അവർക്കൊരു ഹജ്ജ് പൂർത്തിയാക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു ചാൻസ് ജീവിതത്തിൽ ലഭിച്ചു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. മരണാനന്തരം ഒരു വിചാരണയുണ്ട്. ആ വിചാരണയിലേക്ക് നാം എത്തുന്നതിന് മുമ്പ് സ്വയം ഒരു പരിശോധന, സ്വയം ഒരു കണക്ക് നോട്ടം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ്. ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും പുറത്ത് അവൻ ഒരു ശിശുവിനെ പോലെ അത്രമാത്രം പരിശുദ്ധി ലഭിച്ചവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അത്രമാത്രം പവിത്രമാണ് ആ കർമ്മം. അതുകൊണ്ട് അത് നിർവഹിച്ച നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം പരിശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തണം. കാരണം അതൊരു കർമ്മം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ പരിഗണിക്കുന്നതും എപ്പോഴാണ്? അവന്റെ അവസാന ശ്വാസവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാകുമ്പോഴാണ്. നീ ആരാധനയിൽ മുഴുകണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. വഅബ്ദുർ റബ്ബക്, നീ നിന്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക. ഏതുവരെ? ഹത്താ യഅതിയക്കൽ യഖീൻ, നിനക്ക് മരണം എന്നൊരു കവാടം, നാളെ പരലോകത്തേക്കുള്ള ആ കവാടത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ നീ വളരെ ശ്രദ്ധയോടുകൂടി ഇബാദത്തിൽ മുഴുകി താൻ നിർവഹിച്ച മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുമാർ പ്രാർത്ഥനയിൽ മുഴുകി ആ ഇബാദത്തുകൾ ഒന്നുപോലും ഫലശൂന്യമായി പോകാതിരിക്കാനുള്ള ശ്രദ്ധയോടുകൂടി പൂർണ്ണമായ പരിശുദ്ധി നമുക്കുണ്ടാവുക എന്നത് ഈ ഒരു സന്ദർഭത്തിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊന്ന് സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്യാത്തവർ വൈകിപ്പിക്കരുത് എന്നതാണ് ഒരു ഉപദേശം. കാരണം എത്ര യാത്രാ സൗകര്യങ്ങളുണ്ടെങ്കിലും എത്ര സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് ഒരുക്കാൻ കഴിയുമെങ്കിലും ആ ഇബാദത്ത് പൂർത്തിയാക്കാനുള്ള ആരോഗ്യവും നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു സമയവും നമുക്കുണ്ടാവണം. അതുകൊണ്ട് അതിനെ പൂർണ്ണമായി ചെയ്യാൻ സാധിക്കുന്ന സമയം എപ്പോഴാണോ നമുക്ക് എത്തുന്നത്, ആ സമയത്ത് പണവും ആരോഗ്യവും സൗകര്യവും അറിവുമൊക്കെ പ്രയോജനപ്പെടുത്തി നമ്മൾ ഹജ്ജ് നിർവഹിക്കാൻ തീരുമാനിക്കണം. പലപ്പോഴും ആളുകൾ പണം കയ്യിലില്ല എന്ന ആക്ഷേപമാണ്, അല്ലെങ്കിൽ സങ്കടമാണ് പറയാ. ഏക്കറക്കണക്കിനോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ ഒക്കെ സ്വത്തുക്കൾ ധാരാളമുള്ള ആളുകൾ തന്നെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്റെ ഈ ഇബാദത്തിനെ നീട്ടിക്കൊണ്ടു പോകുന്നത് കാണുവാൻ പറ്റും. സഹോദരങ്ങളെ, പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവരും അതിനേക്കാൾ കുറഞ്ഞവരുമൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ജനാസ നമസ്കരിക്കേണ്ടി വരുന്നത് നമ്മൾ അറിയുന്നുണ്ട്, നാം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഹജ്ജ് എന്ന് പറയുന്നത് അൽ ഹജ്ജ് വൽ ഹജ്ജുൽ മബ്റൂർ, പൂർണ്ണമായി പ്രതിഫലാർഹമായ ഒരു ഹജ്ജ് ഒരാൾക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അള്ളാഹു അവന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം കൊടുക്കൂലെന്ന്. അപ്പൊ അത് അള്ളാഹ് പഠിപ്പിച്ചതുപോലെ അള്ളാഹിന്റെ റസൂൽ മാതൃക കാണിച്ചതുപോലെ നിർവഹിക്കാൻ നമുക്ക് താക്കത്തുണ്ടാകുന്ന സമയവും സന്ദർഭവും എത്രയും പെട്ടെന്ന് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതോടൊപ്പം നാട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, ഒരു ഹജ്ജോ ഒരു ഉംറയോ ഒന്നും ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാത്ത ആളുകളുണ്ട്. ചിലപ്പോ ശാരീരികമായ ബുദ്ധിമുട്ടുകളാവും,
ചിലപ്പോ സാമ്പത്തികമായ പ്രതിസന്ധികളാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിലും. നമുക്കൊക്കെ ആ പ്രതിസന്ധികൾ പലപ്പോഴും വരാം. പക്ഷേ ഈ സമയത്ത്, ഈ ഒരു ദുൽഹജ്ജ് മാസത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ആ പ്രതിഫലം, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന ധാരാളം നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി, ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി, നല്ലൊരു നിയ്യത്തുണ്ടായാൽ മതി. പ്രതിഫലം അറിഞ്ഞ് അത് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ മതി. നോക്കൂ, നിങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറച്ച് ഗ്രാമീണരായ ആളുകൾ, സാധുക്കളായ ആളുകൾ വന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്പന്നരായ ചില ആളുകളെ കുറിച്ച് ചില പരാതികൾ പറഞ്ഞു. എന്താ പരാതി? യുസല്ലൂന കമാ നുസല്ലി, അവർ ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ തന്നെ നമസ്കരിക്കുന്നുണ്ട് റസൂലേ. വയസൂമൂന കമാ യസൂം, ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പനുഷ്ഠിക്കുന്നു. പക്ഷേ വലഹും ഫദ്ലും മിൻ അംവാൽ, പക്ഷെ അവർക്ക് അള്ളാഹു കുറച്ചുകൂടി ധനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് യുഹജ്ജൂന ബിഹാ, ആ ധനം കൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു. വയഅ്തമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ, അവർ ആ പണം ഉപയോഗിച്ച് ഉംറ നിർവഹിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്നു, ധാരാളം ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു. സ്വാഭാവികമായും ഞങ്ങളെക്കാൾ കുറച്ച് പ്രതിഫലം അവർക്ക്, ശ്രേഷ്ഠത അവർക്ക് കിട്ടൂലേന്ന. അപ്പൊ ഞങ്ങൾക്കും അതേ ശ്രേഷ്ഠത കിട്ടാൻ എന്താണ് ഒരു പരിഹാരം റസൂലേ എന്ന് ദീനിന്റെ പേരിൽ സങ്കടം ബോധിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറച്ച് ആളുകൾ വന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് മറുപടി പറഞ്ഞു, വകുൻതും ഖൈറ മൻ അൻതും ബൈന ലഹ്റാനൈ ഇല്ലാ മൻ അമില മിസ്ലഹു. അല്ലാഹുവിന്റെ റസൂൽ പറയണേ, നിങ്ങൾക്ക് ഇടയിലുള്ളവരെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലം, ഉത്തമരായി നിങ്ങൾ മാറും ആരും ഇത് പ്രവർത്തിച്ചാൽ എന്ന്. ഈ പറയുന്ന കാര്യം ഉണ്ടായാൽ സഹാബത്തെ, നിങ്ങൾക്കും ഹജ്ജും ഉംറയും സ്വതക്കയും ജിഹാദും ഒക്കെ നടത്തുന്ന ആളുകൾക്ക് റഹ്മാനായ റബ്ബ് കൊടുക്കുന്ന പദവിയും പ്രതിഫലവും ലഭിക്കും എന്ന് പറഞ്ഞ ഹദീസിൽ ഒരു ഒറ്റ കാര്യം റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് 33 തവണ വീതം നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാഹു അക്ബർ, എന്തൊരു പ്രതിഫല സഹോദരങ്ങളെ! ഇത് നിസ്കാരത്തിന് ശേഷം വിരലെണ്ണി പറയുന്ന നമ്മൾ ഇങ്ങനെ ഒരു നിയ്യത്തിലേക്ക് ഈ ദുൽഹജ്ജ് മാസം മുതൽ ഒന്ന് മാറ്റി പിടിച്ചു നോക്കി, അല്ലാഹു തരുന്നാൻ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ പ്രതിഫലം മനസ്സിലാക്കിയാൽ മതി. അള്ളാന്റെ റസൂല പറഞ്ഞത്, നിങ്ങൾ ദാനധർമ്മവും ജിഹാദും ഹജ്ജും ഉംറയും ഒക്കെ കഴിവുള്ള ആളുകൾ ചെയ്യുന്ന അതേ പ്രതിഫലം എനിക്ക് കിട്ടണം. അല്ലാഹ് നാളെ പരലോകത്ത് ഈ കൂലി കിട്ടിയേ പറ്റൂ. അള്ളാനോടാ വാശി, അള്ളാനോടാണ് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുള്ള പ്രാർത്ഥന, റഹ്മാനായ റബ്ബിനോടാണ് ചോദ്യം, നാദാ എനിക്ക് തരണം കേട്ടോ. ആ നിയ്യത്ത് വെച്ച് പറഞ്ഞാൽ കിട്ടുന്ന. രണ്ടെന്താ സഹോദരങ്ങളെ, ഫർള് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നില്ല. എങ്ങനെ? അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുക, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖറജ മിൻ ബൈത്തി, തന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പുറപ്പെട്ടു. എങ്ങനെ? മുത്തത്വഹിറൻ, ഒളുവെടുത്തുകൊണ്ട്, ശുദ്ധി വരുത്തിക്കൊണ്ട്, ഇലാ സ്വലാത്തിൻ മക്തൂബ, ഫർള് നമസ്കരിക്കാൻ വേണ്ടി. അവന്റെ മനസ്സിലെ നിയ്യത്ത് എന്താ? അല്ലാഹുവിന്റെ ഇബാദത്ത് ചിട്ടയായി വൃത്തിയായി ചെയ്യണം. റസൂലുള്ളാഹി പറഞ്ഞു, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിക്കുള്ള പ്രതിഫലം റഹ്മാനായ റബ്ബ് അത് മുഖേന അവർ കൊടുക്കുമെന്ന്. നമുക്ക് കിട്ടണ്ടേ സഹോദരങ്ങളെ? ഈ ഒരു നിയ്യത്തും ആഗ്രഹവും നമുക്ക് ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ ദുൽഹജ്ജ് മാസത്തിൽ ഈ കാര്യം പ്രത്യേകമായി നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോഴാണ് ആ ജീവിതത്തിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊന്ന് സഹോദരങ്ങളെ, നന്മ പഠിക്കുക, നന്മ പഠിപ്പിക്കുക. അതിനു വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് വരിക,
അല്ലെ? പള്ളിയിൽ ഖുർആൻ ക്ലാസ് ഉണ്ടാവും, പള്ളിയിൽ ഹദീസ് ക്ലാസ് ഉണ്ടാവും, പള്ളിയിലെ ഫർദ് നിസ്കാരത്തിന് ശേഷം ചിലപ്പോ ഹദീസ് പഠിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യം. പക്ഷേ ഒരാളെ മനസ്സങ്ങട് നന്നായി കിട്ടിയാൽ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദ്, ഒരാള് പള്ളിയിലേക്ക് പുറപ്പെട്ടു, ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യഅലമഹു, ഒരാൾക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുക്കാനാണ് അയാൾ പുറപ്പെട്ടത്, അല്ലെങ്കിൽ പഠിക്കാനാണ് അയാൾ വന്നത് എങ്കിൽ കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹജ്ജതുഹു, ഒരു പരിപൂർണമായി ഹജ്ജ് നിർവഹിച്ചവന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രേഖപ്പെടുത്തി കൊടുക്കും. അപ്പോ വാട്സാപ്പിൽ ഒരു ഖുർആൻ ക്ലാസ്സിന്റെ മെസ്സേജ് വന്ന ഒരു മടി ഉണ്ടാവില്ല. പള്ളിയിൽ വന്ന് അമാനി മൗലവിയുടെ പരിഭാഷ എടുത്തൊന്ന് വായിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമികമായ ഒരു ഗ്രന്ഥം എടുത്ത് വായിക്കാൻ, ഖുർആൻ ഒന്ന് ഓതാൻ, അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കാൻ, ഒന്ന് ഹിഫ്ളാക്കാൻ ഒരു പ്രയാസവും അയാൾക്ക് അനുഭവപ്പെടൂല. തന്റെ സമയം നഷ്ടപ്പെട്ടു എന്ന ചിന്ത ഉണ്ടാവില്ല. മറിച്ചെന്താ, എനിക്ക് റഹ്മാനായ റബ്ബ് പരിപൂർണമായി ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയത്തിലും സന്ദർഭത്തിലും ആണ് ഞാനെന്ന് അറിയുമ്പോ പ്രാർത്ഥനയോടുകൂടി അവൻ ആ സമയത്ത് ചെലവഴിക്കും. വേറെ സംസാരിക്കാൻ നേരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആരോടും കളിതമാശ പറയാനോ മൊബൈൽ ഫോണിൽ തോണ്ടാനോ SMS നോക്കാൻ ഒന്നും സമയം ഉണ്ടാവില്ല. ഒക്കെ മാറ്റിവെച്ച് ഹജ്ജിന്റെ കൂലിക്ക് വേണ്ടി അവൻ കാത്തിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മറ്റൊന്ന് റസൂലുള്ളാഹി പറയാ, ളുഹാ നമസ്കരിക്കാനായി ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടാലും ഈ പ്രതിഫലം കിട്ടും എന്നാണ് റസൂലുള്ളാഹി പറയാ. വമൻ മശാ ഇലാ സുബ്ഹത്തിൽ ദുഹാ കാന ലഹു കഅജ്രി മുഅ്തമിരിൻ, ഒരാൾ പള്ളിയിലേക്ക് ളുഹാ നമസ്കരിക്കാൻ 2 റക്അത്ത് നമസ്കരിക്കാം, സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം 4 നമസ്കരിക്കാം, 6 നമസ്കരിക്കാം, 8 വരെ ഒരാൾക്ക് നമസ്കരിക്കാം. അതിനുവേണ്ടി ഒരാൾ പള്ളിയിൽ വന്നാൽ കഅജ്രി മുഅ്തമിരിൻ, ഒരു ഉംറ നിർവഹിച്ചവന്റെ പ്രതിഫലം അല്ലാഹു അവൻ നൽകും എന്നാണ്. മറ്റൊന്ന് കേൾക്കണോ സഹോദരങ്ങളെ, ഒരാൾ ഹജ്ജിന് പോകാൻ ഒരാളെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സഹായിച്ചാൽ പോലും അയാൾക്ക് അതേ പ്രതിഫലം കിട്ടും. ഒരാൾ ഹജ്ജിന് 40 ദിവസം തന്റെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ, കച്ചവടത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തി, നാട്ടിലെ കൃഷിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ, അങ്ങനെയാണല്ലോ ഒരാൾ യാത്ര പോകുക. 1001 വിഷയങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കുറെ കാര്യങ്ങൾ. അപ്പോ അയാൾക്കൊരു വലം കൈയായി അയാളെ സഹായിക്കാൻ ഒരാളെ കൂടെ, ഞാൻ ഈ വരുവോളം അത് ഞാൻ നോക്കിക്കോളാം, ഒരു അപകടം സംഭവിക്കൂല, നീ മനസ്സമാധാനത്തോടു കൂടി പോയിക്കോ, കാശിന് കുറവുണ്ടോ ഞാൻ തരാം. ഇതാണല്ലോ ഒരു സഹായം. അള്ളാന്റെ റസൂൽ പറയാ, മൻ ജഹസ ഗാസിയൻ, ഒരാൾ ഒരു യുദ്ധത്തിന് യോദ്ധാവിനെ സജ്ജമാക്കി, ആയുധം കൊടുത്തും വാഹനം കൊടുത്തും സജ്ജമാക്കി, ഔ ജഹസ ഹാജ്ജൻ, അല്ലെങ്കിൽ ഒരു ഹജ്ജിന് പോകുന്ന ആളുകളെ അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഔ ഖലഫഹു ഫി അഹ്ലിഹി, അല്ലെങ്കിൽ ഹജ്ജിന് പോയ ആളുടെ വീട്ടിൽ ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്കൊരു ഖലീഫയെ പോലെ, ഒരു പിൻഗാമിയെ പോലെ വർത്തിച്ചു, ഔ ഫത്തറ സഇമ, അല്ലെങ്കിൽ ഒരാൾ നോമ്പ് തുറക്കാൻ ഒരാളെ നോമ്പ് തുറപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, കാന ലഹു മിസ്ലു ഉജൂരിഹിം മിൻ ഗൈരി അൻ യുൻതഖസ മിൻ ഉജൂരിഹിം ഷൈഅ, ഒരു അണുമണി കൂലി കുറവ് വരാതെ മക്കയിൽ പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു നൽകും. ആ ജിഹാദിന് പോയവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു അവന് നൽകും. ഹജ്ജ് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു അവന് നൽകും. വിശ്വാസികളെ, ഇത് ദുനിയാവിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അള്ളാഹു നൽകുന്ന പ്രതിഫല അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്നെന്താ സഹോദരങ്ങളെ, ജമാഅത്തിന് സുബഹിക്ക് വന്നു. ആ സുബഹി നമസ്കരിച്ചതിന് ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക, ഉറങ്ങലല്ല. ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി പ്രാർത്ഥിച്ചവൻ പള്ളിയിൽ കഴിച്ചുകൂട്ടി. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു. റസൂലുള്ളാഹി പറയാ, മൻ സ്വല്ല അൽ ഗദാത ഫി ജമാഅ, സുബ്ഹ് ജമാഅത്തായിട്ട് ഒരാൾ നമസ്കരിച്ചു. സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലഉ ശംസ്, സൂര്യൻ ഉദിക്കുന്നതുവരെ അവൻ പള്ളിയിൽ ഇരുന്നു. സുമ്മ സ്വല്ല റക്അതൈൻ, പിന്നെ 2 റക്അത്ത് അവൻ നമസ്കരിച്ചു. എന്നിട്ട് അവൻ ഇറങ്ങിപ്പോയി. കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജും ഒരു ഉംറയും നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി
രേഖപ്പെടുത്തും എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇത്രമാത്രം പ്രതിഫലം ഒരു പകലിൽ ഒരു രാത്രിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലേ? രാപ്പകലുകളിൽ ഹജ്ജും ഉംറയും നിർവഹിച്ചവനെ പോലെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്, അറിവ് നൽകിയിട്ടുണ്ട്, വിവേകം നൽകിയിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടോ സഹോദരങ്ങളെ? ഇതൊന്നും ബോധ്യപ്പെടാത്ത കോടാനക്കോടി മനുഷ്യർ ഈ ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ദുനിയാവിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കും. അല്ല, നമ്മളെ അങ്ങനെ അല്ലല്ലോ അള്ളാഹ് തെരഞ്ഞെടുത്തത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് ഖുർആൻ, എന്താണ് പ്രവാചകൻ, എന്താണ് പരലോകം, എന്താണ് വിചാരണ, ഒക്കെ ബോധ്യപ്പെടുത്തി എല്ലാ നന്മകളുടെ വാതിലുകളും തുറന്നു തന്നിട്ട് നമ്മളോട് പറയാ, ഈ നന്മയുടെ വഴിയിൽ പ്രവേശിക്ക്, ഈ കർമ്മങ്ങൾ ചെയ്യ്, ഈ വിശ്വാസം സ്വീകരിക്ക്, ഈ കർമ്മങ്ങൾ കൊണ്ട് നീ നിന്റെ ജീവിതത്തെ വിമലീകരിക്ക് എന്ന് പറയുമ്പോ തിരക്കാണ്, ഒഴിവില്ലെന്ന് പറയുമ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് ഹത്താ യഅ്തിയകൽ യഖീൻ, മരണം വരുന്നത് വരെ ഉള്ളു കേട്ടോ ഇബാദത്തെടുക്കാൻ അവസരം, പിന്നല്ല. അത് അള്ളാഹിന്റെ ഒരു വാണിംഗാണ്, അള്ളാഹുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് ഈ പരിശുദ്ധമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ ആകുലപ്പെടുത്തേണ്ടതുണ്ട്, വേദനിപ്പിക്കേണ്ടതുണ്ട്, ഒരു തിരിഞ്ഞു നോട്ടത്തിന് നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദുൽഹജ്ജ് 9 മുതൽ അയ്യാമത്തെ തശ്രീഖിന്റെ ദിനങ്ങൾ വരെ നമുക്ക് ചെയ്യുവാനുള്ള ഒരു കാര്യം തക്ബീർ വർദ്ധിപ്പിക്കുക എന്നതാണ്. അയ്യാമത്തെ തശ്രീഖിന്റെ അസ്ർ വരെ വളരെ പ്രതിഫലാർഹമായി പഠിപ്പിക്കപ്പെട്ട ഒരു ഇബാദത്താണ് തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഫഅക്സിറൂ ഫീഹിന്ന, ഈ ദിനങ്ങളിൽ നിങ്ങൾ മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ ആ അദ്കാറുകളെ നമ്മൾ നമ്മുടെ നാവിന്റെ ഭാഗമാക്കി മാറ്റുക. യാത്രയിലും അതുപോലെ തന്നെ ഒഴിഞ്ഞിരിക്കുമ്പോഴും എല്ലാ സമയങ്ങളിലും നാം തക്ബീർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. മറ്റൊന്ന് സഹോദരങ്ങളെ, നമുക്ക് നാളെയാണ് ബലിപെരുന്നാൾ. സ്വാഭാവികമായും നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില സുന്നത്തുകൾ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു ചര്യ, കാന യഖ്റുജു ലാ യഖ്റുജു യൗമൽ ഫിത്ർ ഹത്താ യത്അം, പ്രവാചകൻ ഈദുൽ ഫിത്തറിന്റെ അന്ന്, റമളാൻ കഴിഞ്ഞുള്ള ആ പെരുന്നാളിന് വരുമ്പോ ഭക്ഷണം കഴിക്കാതെ പ്രവാചകൻ വന്നിട്ടില്ല. എന്നാൽ വലാ യത്അമു യൗമുൽ അദ്ഹ, യൗമുൽ അദ്ഹയിൽ പ്രവാചകൻ ഭക്ഷണം കഴിക്കാതെയാണ് വന്നത്, ഹത്താ യുസല്ലി, നമസ്കരിക്കുന്നത് വരെ. ഇത് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്താണ്. നാളെ ഭക്ഷണം കഴിക്കാതെ നമസ്കാരത്തിലേക്ക് വരിക എന്നത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെയാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. നമ്മൾ പരമാവധി ആ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബലിപെരുന്നാൾ നമസ്കാരം തറയിൽ ഓഡിറ്റോറിയത്തിൽ നാളെ കൃത്യം 7 മണിക്ക് നമുക്ക് ആരംഭിക്കണം. അതിന് എന്റെ സഹോദരങ്ങൾ കുടുംബസമേതം തക്ബീർ ചൊല്ലി ഒരു 6:45 തന്നെ എല്ലാവരും എത്താൻ വേണ്ടി പരിശ്രമിക്കണം. പിന്നെ ഈ ഒറ്റപ്പെട്ടു വരുന്ന ആളുകളാണ് നമ്മുടെ മറ്റുള്ള സഹോദരങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ വൈകില്ല എന്നതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥനയാണ് നമ്മുടെ ഏക ആയുധം. സഹോദരങ്ങളെ, പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞ ചില സുന്നത്തുകൾ കൂടിയുണ്ട്. പെരുന്നാളിന് കുളിക്കൽ സുന്നത്തായ കാര്യം. ഒരു പെരുന്നാളിന് കുളിക്കുക എന്നുള്ളത് ആ നിയ്യത്ത് നമ്മള് കുളിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരു സുന്നത്ത് ഞാൻ എടുക്കുന്നു, പ്രതിഫലാർഹമാണ്. അതുപോലെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നതും ഏറ്റവും നല്ല രീതിയിൽ ഭംഗി സ്വീകരിക്കുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്.
ധൂർത്തടിക്കണം എന്നല്ല, നല്ല വസ്ത്രം, വൃത്തിയുള്ളത്, വെടുപ്പുള്ളത്. സഹോദരിമാരാണെങ്കിലോ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചാണ് വരേണ്ടത്, കുടുംബസമേതമാണ് വരേണ്ടത്. പുരുഷന്മാർ സുഗന്ധം പൂശിയാണ്, താല്പര്യമുള്ളവർ സുഗന്ധവും പൂശി വരുന്നത് സുന്നത്തിൽ പെട്ട കാര്യമാണ്. അതുകൊണ്ട് പൂർണ്ണമായി തക്ബീർ ചൊല്ലി ഈ ഒരു ഇബാദത്തിന് വേണ്ടിയാണ് ഞാൻ ഒരുങ്ങി വരുന്നത് എന്ന ചിന്തയോട് കൂടി സഹോദരങ്ങളെ, എത്ര ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്, അതേ ആത്മാർത്ഥതയോടുകൂടി ഒരു ഇബാദത്തിൽ മുഴുകി വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുസല്ലയിലേക്ക് എത്തുക എന്നതാണ്. അവിടെ വന്നാൽ പ്രത്യേകമായ നമസ്കാരങ്ങളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത് പെരുന്നാളിന്റെ 2 റക്അത്ത് നമസ്കാരമാണ്. ഇങ്ങനെ ഈ ദുൽഹജ്ജ് 9 മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അസ്ർ വരെ തക്ബീർ ചൊല്ലി, തഹ്മീദ് ചൊല്ലി, തഹ്ലീൽ ചൊല്ലി നമ്മൾ പ്രാർത്ഥനാ മനസ്സോടു കൂടിയാണ് ഈ പെരുന്നാളിനെ സ്വീകരിക്കുക. എന്റെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ ഒരു മാസമാണ് ദുൽഹജ്ജ് എന്ന തീരുമാനത്തോടു കൂടിയാണ് നാം കടന്നു പോകേണ്ടത്. അങ്ങനെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടി റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും നല്ല മുഅ്മിനായി എത്തിച്ചേരേണ്ടവരാണ് നമ്മൾ. അതിന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്യുക. അങ്ങനെ ഏറ്റവും നല്ല മുഅ്മിനായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. കഠിനമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ സഹോദരങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ മരണപ്പെട്ടത് ഈ അടുത്ത ദിവസങ്ങളിലൂടെയുണ്ട്. നമ്മുടെ ബന്ധുക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ മുഖേനയുണ്ടായ എല്ലാ വിടവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് നികത്തി സമാശ്വാസം നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്താത്ത യഥാർത്ഥ മുഖ്ലിസീങ്ങളാക്കി അല്ലാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് റഹ്മാനായ റബ്ബ് ഹിദായത്ത് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.